ഹലോ ഹായ്, നിങ്ങളൊരു മാമ്പഴ സ്നേഹിയാണോ? എങ്കിൽ നിങ്ങളെല്ലാവരും വെച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട 4 മാവനങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കേമൻ ഏതാണെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. ആദ്യം നമുക്ക് പ്രിവ്യൂ നോക്കാം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ കളർ തന്നെയാണ്. അടിപൊളിയാണ്. ആരെ ആകർഷിക്കുന്ന ഒരു കളറാണ് ഈ മാമ്പഴത്തിനുള്ളത്. നന്നായി പഴുത്ത് വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് യെല്ലോ കളറിൽ കയറി വരും. പിന്നെ ബഡ് തൈയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 3-ാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങും. നല്ല അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ട് വേണം ഇതിൻ്റെ തൈകളൊക്കെ നടാൻ. മാവിൽ നിന്ന് തന്നെ പഴുത്ത് നിൽക്കുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരു ഫാൻസി ഐറ്റമായിട്ട് പോലും ഈ മാങ്ങ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഒരു അടിപൊളി ഒരു മാവ് തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, രണ്ടാമതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ ഫൈബർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മാമ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് അതിൽ ഫൈബറിൻ്റെ അംശം തന്നെയാണ്. ഫൈബർ ഇല്ലാത്ത മാങ്ങകൾ ഇത്തിരി കൂടെ നമുക്ക് ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറും തോന്നിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മാങ്ങാണ്ടിക്കൊന്നും വലിയ അനുവൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങകൾ തന്നെയാണ് പ്രിയൂറിൻ്റേത്. ഇത് എല്ലാ കൊല്ലവും കൃത്യമായിട്ട് കായ്ക്കുന്ന ഒരു ഇനവും കൂടിയാണ്. ഇതിൻ്റെ ബഡ് തൈയൊക്കെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 3-ാം കൊല്ലം മുതൽ തന്നെ നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങും. കഴിവതും നിലത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. അടിപൊളിയായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് കണ്ടിച്ച് കാണിച്ചത്. ഇത് ഒട്ടും തന്നെ ഫൈബർ ഇല്ല. നമുക്ക് കഴിക്കാൻ പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു ടേസ്റ്റുള്ള മാമ്പഴം തന്നെയാണ് പ്രിയൂറിൻ്റേത്. നിങ്ങളിപ്പം 1-2 തൈയൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഒരു കളക്ഷൻ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു മാവിനം തന്നെയാണ് പ്രിയൂര്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ ക്രീമിയാണ്. ഉണ്ടല്ലോ, ഒട്ടും തന്നെ ഫൈബർ ഇല്ല. നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടി ഇതിനുണ്ട്. നിങ്ങളൊക്കെ ഇതിൻ്റെ മാമ്പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇവിടെ രേഖപ്പെടുത്താം. ഇതാണ് പ്രിയൂറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു മാങ്ങയും നല്ല കായ്പിടുത്തവും കാണാൻ അതിമനോഹരമായ ഒരു മാങ്ങയാണ് പ്രിയൂര്. എല്ലാവർക്കും നമ്മുടെ ഒരു ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഇനം തന്നെയാണ് പ്രിയൂര്. പിന്നെ നമുക്കിനി അടുത്തൊരു മാങ്ങ നോക്കാം. ഇതാണ് നമ്മുടെ സിന്ദൂര മാങ്ങ. സിന്ദൂര മാങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മാങ്ങകളിൽപ്പെട്ട ഒന്നാണ്. നല്ല കളറാണ്. ഇത് പേര് വരാൻ തന്നെ കാര്യം അതാണ്. നല്ല സിന്ദൂരത്തിൻ്റെ കളർ വരും. പഴുത്ത് നല്ല നമുക്ക് മൂത്ത് വരുമ്പോഴത്തേന് അത് കടയിലൊക്കെ ഇടിക്കുന്ന കാണാനൊക്കെ നല്ല രസമായിരിക്കും. അതിനൊക്കെ നല്ല സിന്ദൂര വർണ്ണത്തിൽ ഇരിക്കുന്നത്. അതൊക്കെ ഇതിന് വലിയ വലിപ്പമില്ല. നമ്മുടെ പ്രിയൂരിൻ്റെ വെച്ച് നോക്കുമ്പോൾ തന്നെ അത്രയും വലിപ്പത്തിൽ മാങ്ങ വരുന്നില്ല. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു മാമ്പഴമാണ് സിന്ദൂരത്തിൻ്റേത്. ഇത് നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിനൊക്കെ നല്ല ചുവപ്പ് കളർ വരുന്നത്. മാവ് നമ്മൾ നട്ട് ഏകദേശം 3-ാം കൊല്ലം മുതൽ തന്നെ ഇതും കായ്ച്ച് കിട്ടും. ബഡ് തൈക്ക് വെക്കുകയാണെങ്കിൽ ആ സിന്ദൂര കളർ വരണമെങ്കിൽ നല്ല രീതിയിൽ മാങ്ങയിൽ സൂര്യപ്രകാശം അടിക്കണം. ആ അടിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ നിറം കയറി വരും. നിങ്ങൾക്ക് ഇതും മുറിച്ച് കാണിച്ചു തരാം. ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട്. അതിനൊക്കെ തന്നെ ഫൈബറും കുറവാണ്. എന്നാൽ പ്രിയൂരിൻ്റെ അത്ര മധുരം സിന്ദൂരത്തിനില്ല. മധുരത്തിൻ്റെ കാര്യത്തിൽ പ്രിയൂര് തന്നെയാണ് ഫസ്റ്റ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്ര മധുരമില്ല. അതുകൊണ്ട് തന്നെ ഫൈബർ രണ്ടിലും ഒരേ കണക്കൊക്കെ തന്നെയാണ്. അത്ര വലിയ ഫൈബറൊന്നും ഇതിനും കാണുന്നില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മധുരം നമുക്ക് പ്രിയൂരിനെ വെച്ച് നോക്കുമ്പോഴത്തേന് അത്ര മധുരമില്ല. ഞാൻ ലാസ്റ്റ് പറയാം, നമ്മൾ കഴിച്ചത് വെച്ച് ഏറ്റവും മധുരമുള്ളതൊക്കെ ഏതാണെന്നും നമ്പർ 1 ആയിട്ട് നമുക്ക് തോന്നിയത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് വെക്കാം. ഒരു അത്യാവശ്യം നല്ലൊരു മാമ്പഴം, നമ്മുടെ നാടൻ വെറൈറ്റികളിൽ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ സിന്ദൂരം എന്ന് പറഞ്ഞത്. കാണാനും നല്ലൊരു കളറൊക്കെ ഉണ്ട്. അതാണ് ചെറിയ മാമ്പഴമാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ശകലം മധുരം കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിലും ഫൈബർ അങ്ങനെ കണ്ടില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കഴിക്കാൻ നല്ല രസമായിട്ട് തോന്നുന്നത്. ഇത് ജ്യൂസൊക്കെ അടിക്കാനും ഒക്കെ നല്ലൊരു മാമ്പഴം കൂടിയാണ് സിന്ദൂരത്തിൻ്റേത്. അതിൻ്റെ തൊലിയുടെ കളറൊക്കെ കാണുമ്പോഴേ നമുക്ക് മാമ്പഴം പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റും. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ വളരെ ഒട്ടും മോശമൊന്നുമല്ല. മധുരം കുറവെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് മധുരം കുറവ്. എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു മാമ്പഴം തന്നെയാണ് സിന്ദൂരം. ഇനി നമുക്ക് ലാസ്റ്റ് എല്ലാവരും തിരക്കുന്ന ഒരു മാമ്പഴമാണ് കാലാപ്പാടി. ഇതിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാമാന്യമായ ടേസ്റ്റാണ്. അതിനൊക്കെ തന്നെ കിട്ടില്ല മധുരമാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴം കാലാപ്പാടിയാണ്. അതിപ്പം എല്ലാവർക്കും ഒരു എതിർപ്പായ ഇല്ലാത്തൊരു മാങ്ങ തന്നെയാണ് കാലാപ്പാടി. പക്ഷേ ഇത് കായ്പിടുത്തം ചിലയിടങ്ങളിൽ കുറവായിട്ട് കാണുന്നു. ഇവിടെ അത് കണക്കാണ്. ചില കൊല്ലങ്ങളിൽ ഒരുപാട് കായ്ക്കും, ചില കൊല്ലങ്ങളിൽ അല്പം മാങ്ങയുടെ എണ്ണം കുറയാറുണ്ട്. നല്ല കണക്ക് പഴുത്ത് വരുമ്പോൾ അതിൻ്റെ തൊഴിലുള്ള ഏകദേശം ഇതേണക്കൊക്കെ കയറി വരും. എന്നിരുന്നാലും ഒരു പാതി മൂക്കാകുമ്പോൾ ഇതേണക്കൊക്കെ ഇരിക്കുമ്പോൾ കഴിച്ചാൽ പോലും നല്ല മധുരമാണ്. ഈ മാങ്ങളിൽ, നമ്മുടെ നാടൻ വെറൈറ്റി മാങ്ങകളിൽ ഏറ്റവും നല്ലൊരു മാങ്ങ എന്ന് പറയുന്നത് കാലാപ്പഴി തന്നെയാണ്. അത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. കാര്യം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ഒരു വട്ടമെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ആരാധകരായിട്ട് പറയാം. അത്രയ്ക്ക് ടേസ്റ്റുള്ള മാമ്പഴമാണ്
കാലാപ്പടിയുടെ ഒരു മാമ്പഴത്തിനുണ്ട് എല്ലാ വേണ്ടപ്പെട്ട ഗുണങ്ങളും ഇതിനുണ്ട്. കായ്പിടുത്തം മാത്രം ശകലം കുറവുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ ഇതിന് വേരിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ഇനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. എന്നിട്ട് തന്നെ അടിപൊളി മാമ്പഴമാണ്. ഞാൻ നിങ്ങളത് കണ്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒട്ടും തന്നെ 0 ഫൈബർ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് ഫൈബർ ഇല്ലാത്തൊരു മാങ്ങയാണ്. അതുകൊണ്ട് ക്രീമിയാണ്. അതിൻ്റെ തന്നെ കിട്ടിലും മധുരമാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പാടിക്കുള്ളത്. ഇത് ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇപ്പം എല്ലാ നഴ്സറികളിലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു മാവൻ തൈയും കൂടിയാണ് കാലാപ്പാടി. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും ഇതിൻ്റെ തൈ കാണുമെന്ന് നമ്മൾ മേടിച്ച് വയ്ക്കാൻ നോക്കും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു കുറച്ച് സ്ഥലമുള്ളൂ അല്ലെങ്കിൽ ഒരു തയ്യേ വെക്കാൻ സ്ഥലമുള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ട നമ്പർ 1 മാങ്ങ എന്നുള്ളത് കാലാപ്പാടി തന്നെയാണ്. ഇതിൻ്റെയും ബഡ് തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3-ാം കൊല്ലം മുതലൊക്കെ കായ്ച്ചിട്ട് ഇതൊക്കെ ഇപ്പം ഡ്രമ്മിലൊക്കെ വളർത്തുന്നവരുണ്ട് സ്ഥലമില്ലാത്ത. അത്ര ടേസ്റ്റുള്ള മാമ്പഴമാണ് കാലാപ്പാടിയുടേത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കാലാപ്പാടിയാണ്. വിദേശ ഇനങ്ങളോടൊക്കെ കിടപിടിക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഞാൻ നേരത്തെ കണ്ടില്ലേ, ഒട്ടും തന്നെ ഫൈബർ ഇല്ല. നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അടിപൊളിയാണ്, ക്രീമിയാണ്. അതിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കാലാപ്പാടിക്കുള്ളത്. കഴിച്ചവരെല്ലാം പിന്നെ അതുമാണ് ഇതിനെപ്പറ്റി നല്ല റിവ്യൂവും അതിനൊക്കെ നല്ല മാങ്ങയെന്ന് പറയാം. മെയിൻ കാരണം ഇതിൻ്റെ ടേസ്റ്റും അതിനൊക്കെ തന്നെ പ്രത്യേക ഒരു ഫ്ലേവറും അതിനൊക്കെ തന്നെ നല്ലൊരു മധുരം ഉണ്ടായതാണ്. ഇതാണ് തിരുവനന്തപുരംകാരുടെ സ്വന്തം കോട്ടൂർക്കോണം. നല്ലൊരു മാങ്ങയാണ്. നല്ല സൈസ് വരുന്ന ഒരു മാങ്ങയാണ് കോട്ടൂർക്കോണത്തിൻ്റേത്. നല്ല ചുവപ്പ് കളറിലോട്ട് വരും. അതങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മാമ്പഴം കൂടിയാണ് കോട്ടൂർക്കോണം. നല്ല സൈസ് വരും ഇതിന്. അതങ്ങനെ നല്ലൊരു ആകർഷകമായ കളറൊക്കെ ഇതിനുണ്ട്. അകത്തും അത്യാവശ്യം നല്ല കളർ കയറുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ സൈസുണ്ട്. അതിനൊക്കെ അടിപൊളിയാണ്. മാവ് നല്ല രീതിയിൽ കായ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിന് നോക്കുകയാണെങ്കിൽ അല്പം ഫൈബർ കൂടുതലാണ്. നമ്മളിപ്പം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന മാങ്ങകളിൽ ഏറ്റവും ഫൈബർ ഉള്ളത് ഇതിനാണ്, കോട്ടൂർക്കോണത്തിനാണ്. എന്നാലും വലിയ മാങ്ങയും അതിനൊക്കെ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. തീരെ മോശമല്ല. ഈ മാങ്ങകളിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത് എന്തായാലും കോട്ടൂർക്കോണത്തിലാണ്. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. വലിയ വലിപ്പമുള്ള മാങ്ങകളാണ് പിടിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇനം തന്നെയാണ് കോട്ടൂർക്കോണം. അത്യാവശ്യം എല്ലാവരും മേടിച്ചു വയ്ക്കുന്ന ഒരു ഇനവും കൂടിയാണ്. തിരുവനന്തപുരക്കാർക്കുള്ള ഒരു പ്രത്യേക ഇനമാണിത്. അടിപൊളിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് തമ്മിൽ നോക്കുമ്പോഴത്തേന് ഇതിനാണ് അല്പം ഫൈബർ കൂടുതൽ. എന്നാലും മധുരം ഇതിനുണ്ട്. എനിക്ക് തോന്നുന്നു സിന്ദൂരത്തിനാട്ടിയും ഇത്തിരി കൂടി മധുരം തോന്നിയത് കോട്ടൂർക്കോണത്തിനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാങ്ങയുടെ പഴുപ്പ് കണക്കിരിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിന് സിന്ദൂരത്തിനാട്ടി ഇത്തിരി കൂടെ മധുരം ഉണ്ടെന്നാണ്. പക്ഷേ ഇതിന് ഇപ്പം നാര് നല്ല കണക്കുണ്ട്. നമുക്കിപ്പം കാണാം, നല്ല നാര് ഇതിനുണ്ട്. ജ്യൂസൊക്കെ അടിക്കാൻ അടിപൊളി ആയിരിക്കും കോട്ടൂർക്കോണം എന്നുള്ളത്. നമുക്ക് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഇനമാണ്. നാടൻ വെറൈറ്റികളിൽ അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇനവും കൂടിയാണ് കോട്ടൂർക്കോണം എന്നുള്ളത്. ഇതിൻ്റെ ബഡ് തൈയും ഗ്രാഫ്റ്റ് തൈയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഉൾപ്പെടുത്താം. ഇനി ലാസ്റ്റ് ഉള്ളതാണ്, ഇതാണ് മാങ്ങളുടെ രാജാവ് എന്ന് പണ്ടുപോലെ അറിയപ്പെടുന്ന അൽഫോൺസ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മാമ്പഴമാണെങ്കിലും നല്ല കളറും അതിനൊക്കെ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറും, ഒട്ടും തന്നെ ഫൈബർ ഇല്ല. പക്ഷേ ഞാൻ ഇത് കഴിച്ചു. എന്നാലും നമ്മുടെ എന്തുകൊണ്ടും കാലാപ്പാടി തന്നെയാണ് മധുരത്തിലും ബാക്കി ഏത് ക്രൈറ്റീരിയ എടുത്താലും അടിപൊളിയായിട്ട് തോന്നുന്നത് നമ്മുടെ കാലാപ്പാടി തന്നെയാണ്. അല്പം കാപിടുത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നമുള്ളത്. അത് ഓരോ മാവ് മൂക്കുന്നതനുസരിച്ച് പിന്നീട് അത് മാറി കിട്ടുന്നുണ്ട്. ചില വർഷങ്ങളിൽ ഒരുപാട് കായ്ക്കും, ചില വർഷങ്ങളിൽ അല്പം മാവ് കുറയാറുണ്ട്. അത് മാവ് വലുതാനുസരിച്ച് മാറി വരും. ഇതാണ് അൽഫോൺസ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു മാങ്ങയാണ്. വലിയ വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം നല്ല മാങ്ങയാണ്. ഒട്ടും തന്നെ ഫൈബർ ഇതിനുമില്ല. അത്യാവശ്യം മധുരവും ഇതിനുണ്ട്. പണ്ട് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നമ്പർ 1 വെറൈറ്റി തന്നെയാണ് അൽഫോൺസ. നമ്മുടെ കാലാവസ്ഥയിൽ ഇതിൻ്റെ ഒരു 2 ഇനങ്ങളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നല്ലതൊക്കെ കായ്ക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല മാമ്പഴമാണ്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഈ കഴിച്ചതി വെച്ച് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമ്പർ 1 എന്ന് പറയുന്നത് കാലാപ്പാടി തന്നെ. അതൊരു സംശയമില്ല. അത്രയ്ക്ക് ടേസ്റ്റും അത്രയ്ക്ക് ഒരു നല്ല ഒരു മാങ്ങ തന്നെയാണ് കാലാപ്പാടി. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു മാവ് ഇത് തന്നെയാണ്, കാലാപ്പാടി തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ ബാക്കിയുള്ളത് നിങ്ങൾക്ക് നടാവുന്നതാണ്. സ്ഥലമുള്ളവർക്ക് ഈ 4 ഇനവും നടാം. അത്യാവശ്യം നല്ല മാമ്പഴങ്ങൾ തന്നെയാണ് ഇതെല്ലാം. വെറുതെ വെച്ച് സ്ഥലം കളയേണ്ട ആവശ്യമില്ല. അടിപൊളി മാമ്പഴങ്ങളാണ് ഈ 4 എണ്ണം. അതിൽ ഏറ്റവും നമ്പർ 1 എന്നുള്ളത് കാലാപ്പാടി. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.